ഷാനവാസിനെ ഞാൻ കൊല്ലാൻ നോക്കി എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്നലെ ഞാൻ ഗെയിം കളിച്ച് നേടിയ 2 കോയിനും അതിന് പരിഹാരമായി ഷാനവാസിന് കൊടുത്തുകൊള്ളാം. അനുമോളുടെ ദേഹത്ത് ചാണകവെള്ളം ഒഴിക്കും നെവിൻ. അപ്പം വെള്ളം ഇന്നലെ ഒഴിച്ചതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അനുമോളുടെ ദേഹത്ത് ചാണകവെള്ളം ഒഴിക്കും. ശവന്നാറിപ്പൂവിനെ പോലെയാണ് അനുമോളെ കാണുന്നത്. അതായത് ശവന്നാറിപ്പൂവ് ആർക്കും ഇഷ്ടമല്ലല്ലോ, അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് അനുമോളെ. ശവന്നാറിപ്പൂവിനെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് ഞാൻ അനുമോളെ കാണുന്നതെന്ന് നെവിൻ അക്ബറിനോട്. കുറേയൊക്കെ ഞാനും യോജിക്കുന്നു എന്ന് അക്ബർ. ഈ വീക്കിൽ ഒരാൾ എവിക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ടാസ്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ടഫായിരിക്കും. ഇനിയുള്ള ടാസ്കുകളൊക്കെ ഭയങ്കര കഠിനമായിരിക്കും. അത് നേരിടാൻ കഴിയാത്തൊരു മത്സരാർത്ഥി എങ്ങനെ ഇവിടെ നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ അറിയാം നമുക്ക് ഷാനവാസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന്. കാരണം ഷാനവാസ് ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്നും എത്തിയിട്ടില്ല, ഈ നിമിഷം വരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഈ വീക്ക് ഷാനവാസ് പുറത്ത് പോകുമെന്നാണ് അക്ബർ പറയുന്നത്. അനീഷ്, ഷാനവാസ്, അനുമോൾ ഇവരുടെ PR പുറത്ത് കളി തുടങ്ങിയിട്ടുണ്ടാകും എന്ന് അക്ബർ പറയുകയാണ്. ഭയങ്കരമായിട്ട് PR വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ 3 പേരുടെയും PRകൾ നമുക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ അക്ബർ പറയുകയാണ്. അപ്പം നെവിൻ പറയുന്നു, എന്നെ വലിച്ചൊട്ടിച്ചിട്ടുണ്ടാവും, വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടാവും PR വർക്കുകൾ. അല്ല, ഈ പറയുന്നവർക്കൊന്നും PR വർക്കുകൾ ഇല്ലല്ലോ അവിടെ. ഈ പറയുന്ന അനീഷിനും അനുമോൾക്കും ഷാനവാസിനും മാത്രമല്ലേ ഉള്ളൂ PR വർക്കുകൾ. അപ്പം ഇവർക്കറിയാം പുറത്ത് ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ടെന്നും ഒക്കെ. അപ്പം ഇവർക്കറിയാം. അപ്പം മറ്റൊരു ഭാഗത്തിരുന്ന് അനുമോളും ആദില നൂറയും പറയുന്നുണ്ട്, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ടാസ്കുകളിലൊക്കെ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കളിക്കണം. നമ്മളെ ഒറ്റപ്പെടുത്തുക, നമ്മളെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ആര്യനും അക്ബറിനും അതുപോലെ തന്നെ നെവിനും ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ഇവർ 3 പേരും കൂടെ മാറിയിരുന്ന് പറയുന്നുണ്ട്. ഇപ്പം 2 ഗ്രൂപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം അതേസമയം ഇവരെ നോക്കി ആദില നൂറയൊക്കെ നോക്കിയിട്ട് അക്ബറൊക്കെ പറയുന്നു, ഷാനവാസ് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇവർ ഈ കാണിക്കുന്ന ഡ്രാമയാണ്, ഇവർക്ക് ഒരു വിഷമോ ഇല്ല. ഷാനവാസ് എവിക്റ്റ് ആയിട്ടല്ലല്ലോ പോയ, ഹോസ്പിറ്റലിൽ പോയേക്കുമല്ലേ, നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ്. എന്നിട്ട് ആ ഒരു വിഷമമൊന്നും ഇല്ല. അപ്പം അനുമോക്കും ആദിലേക്കും നൂറയ്ക്കും ഒന്നും ഷാനവാസിനോട് സ്നേഹമുള്ളത് ആത്മാർത്ഥതയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ കേട്ടോ. അപ്പോൾ അനീഷിന് നല്ല വിഷമമുണ്ട് കേട്ടോ. ഷാനവാസ് വരാത്തത് കൊണ്ടായിരിക്കും, ഷാനവാസിൻ്റെ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അനീഷിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അനീഷ് പഴയ പോലെ ആ ഒരു പ്രസരിപ്പോ ആ ഒരു സന്തോഷമൊന്നും ഇപ്പം മുഖത്ത് കാണുന്നില്ല. കാരണം ഷാനവാസ് ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയിച്ചിട്ടുമില്ല ബിഗ് ബോസ്. ബിഗ് ബോസ് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലാണ്, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലാണ്, ഇന്ന് വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പം നമ്മൾ ലൈവ് ഇതുവരെയും കണ്ടു, ഇതുവരെയും ഷാനവാസ് വീടിനകത്തേക്ക് എത്തിയിട്ടില്ല. ബിഗ് ബോസ് ഒരു വിവരം അറിയിച്ചിട്ടേ ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ കയറുമായിരിക്കും, അറിയത്തില്ല എന്താ സംഭവം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ആര്യനും നിവിനും അക്ബറും ആണല്ലോ കിച്ചണിലെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഇതുവരെയുമായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഫുഡ് നമ്മളൊന്നും കഴിക്കാതാകും, സമയം തന്നെ ഇപ്പൊ ഇത്രയൊക്കെ ആയെന്നും പറഞ്ഞിട്ട് അനുമോൾ പറയുന്നു കഞ്ഞിയും പയറും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അനുമോൾ കഞ്ഞിയും പയറും ഉണ്ടാക്കാൻ പോകുന്നു. അനീഷ് ചെന്ന് ആര്യനോട് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആര്യം വന്ന് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ കുറച്ച് കശപിശയൊക്കെ ഇപ്പൊ കിച്ചണിൽ നടക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ശരിക്കും അവിടെ ഇവർക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം, ഇവർക്ക് ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പൊ കിച്ചണിന്റെ കാര്യം നോക്കുന്നവർ ശരിയായിട്ടുള്ള രീതിയിൽ നോക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. എന്തായാലും ഇപ്പൊ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അനുമോളും ഒക്കെ ഒരു സൈഡ്, അക്ബർ, നെവിൻ, ആര്യൻ ഒരു സൈഡ്, അങ്ങനെ നിൽപ്പുണ്ട് എന്തായാലും. അപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ ഷാനവാസ് എത്രയും വേഗം ഹൗസിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രേക്ഷകരെല്ലാവരും ആ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ്. കാരണം ഇവിടെ മത്സരാർത്ഥി എന്നൊന്നുമില്ല, ഒരു മനുഷ്യൻ എന്നുള്ള ഒരു സ്നേഹം വെച്ചിട്ട് എത്രയും വേഗം ഒരു കുഴപ്പവും കൂടാതെ ഷാനവാസ് വീട്ടിലേക്ക് എത്തട്ടെ എന്ന്